ശ്രീ കെ വി ശരിദാസ്, സർക്കാർ ഈ പറഞ്ഞ ഉറപ്പുകളൊക്കെ താഴെത്തട്ടിൽ പ്രായോഗികമാകണമെങ്കിൽ അടിയന്തരമായി മാറേണ്ടത് എന്താണ് കേരളത്തിൽ? അല്ല ഗോപി, ഒരു കാര്യം കൂടി നമ്മൾ അനുസ്മരിച്ചിട്ട് അതിലേക്ക് വരാമെന്നാണ് എൻ്റെ ആഗ്രഹം. ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സമ്മിറ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് അനവധി സംസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് പി രാജീവും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് കിട്ടിയത് 20 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫേഴ്സാണ്. 20 ലക്ഷം കോടിയുടെ അതിൽ 80% പോയത് മഹാരാഷ്ട്രയിലേക്കാണ്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയ്ക്ക് കിട്ടി ഏതാണ്ട് 20 MOU, ഏതാണ്ട് 1.79 lakh crore. കേരളത്തിന് എന്തെങ്കിലും കിട്ടിയോ? ഒരു മാസമായില്ലേ ഇപ്പോൾ? എന്തെങ്കിലും വിവരം ഇവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കേട്ടോ? പ്രഖ്യാപനം ഉണ്ടായോ? ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് നമ്മൾ മാറി എന്ന് പറയുന്നതല്ല പ്രശ്നം, അത് നടപ്പിലാക്കി ഈ മാറ്റമുണ്ടായി എന്ന് ബോധ്യപ്പെടുത്തല. അതിന് ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അതിനൊരു കാരണം ഈ ട്രേഡ് യൂണിയൻ ടെററിസം എന്ന് നമ്മൾ പറയാറില്ലേ, അത് ഇന്നും കേരളത്തിലുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. UAEയും സൗദി അറേബ്യയും ഖത്തറും ഒക്കെ പഴയ കാലത്തൊരു മുസ്ലിം തീവ്രവാദത്തെ പിന്തുണച്ചിരുന്നവരാണ്. ഞാനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഖത്തർ പോലും, സൗദി അറേബ്യ പോലും, UAE പോലും അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടി അവരുടെ രാജ്യത്തുണ്ടായാൽ നടപടിയെടുത്ത് പുറത്താക്കുക. അപ്പോൾ അതുപോലെ കാരണം അങ്ങനെയുള്ള ശക്തമായ നിലപാടുകൾ എടുത്താലേ അവിടേക്ക് നിക്ഷേപകർ വരൂ, അവിടെയുള്ളവർ നിലനിൽക്കൂ എന്നൊരു സ്ഥിതി ഉണ്ടാകുന്നു. അപ്പോൾ ആ മാറ്റം ഇസ്ലാമിക് കൺട്രീസ് പോലും വരുത്തിയിട്ടുള്ള ആ മാറ്റം കേരളത്തിൽ ഇവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം കിറ്റക്സ് പോയി, നേരത്തെ ആരോ സൂചിപ്പിച്ചു, കെട്ടിയില്ലേ? നമ്മുടെ അഭിമാനമാണ് V-Guard, മലയാളിയുടെ സ്ഥാപനം എന്ന് നമ്മൾ പറയാറുണ്ട്. V-Guardൻ്റെ ഏതെങ്കിലും ഒരു യൂണിറ്റ് കേരളത്തിലുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വർഷങ്ങൾക്ക് മുമ്പേ തമിഴ്നാട്ടിലേക്ക് പോയി, ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുണ്ട്. നമ്മുടെ കശുവണ്ടി കയർ മേഖല പൂർണ്ണമായിട്ട് കേരളത്തെ കൈയൊഴിഞ്ഞു. ആലപ്പുഴയൊക്കെ കയർ ഉണ്ടെന്ന് പറയല്ലാതെ അവിടുത്തെ സ്ഥാപനങ്ങൾ എത്രയുണ്ടെന്ന് നമുക്കറിയാം. കശുവണ്ടി ഏതാണ്ട് മുഴുവൻ കേരളത്തിൽ നിന്ന് പോയി. കൈത്തറി കണ്ണൂർ ഭാഗത്ത് പഴയ കാലത്ത് എത്രയോ പേർക്ക് തൊഴിൽ നൽകിയിരുന്ന സ്ഥാപനങ്ങളാണ്. നിലനിർത്താൻ നമുക്ക് പറ്റിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനങ്ങളാണ്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും മാറി ചിന്തിക്കാൻ, മാറ്റമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല. അവിടെയാണ് CPM ആഴത്തിൽ ചിന്തിക്കേണ്ടത്.